റബ്ബർ ബാൻഡ് ഒരിക്കലെങ്കിലും ഉപയോഗിക്കാത്തവരായിട്ട് ആരുമുണ്ടാകില്ല. എന്നാൽ റബ്ബർ ബാൻഡ് നിർമ്മിക്കുന്നത് എങ്ങനെയെന്ന് അധികമാർക്കും അറിയാത്തൊരു രഹസ്യമാണ്. ആ കാഴ്ചകളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. റബ്ബർ ബാൻഡ് ഉപയോഗിക്കാത്തവരായി ആരും തന്നെ കാണില്ല. എന്നാൽ ഈ റബ്ബർ പാലിൽ നിന്നും ഈ കുഞ്ഞ റബ്ബർ ബാൻഡ് ഉണ്ടായി വരുന്നതിൽ ഒരുപാട് പേരുടെ കഷ്ടപ്പാടുണ്ട്. ആ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കണ്ടു നോക്കാം. തോട്ടത്തിൽ നിന്ന് ശേഖരിച്ച് എത്തിക്കുന്ന റബ്ബർ പാൽ അഥവാ ലാറ്റക്സ് ക്രീം പരുവത്തിലാകാൻ പ്രത്യേക രാസവസ്തുക്കൾ ചേർക്കലാണ് ആദ്യഘട്ടം. 48 മണിക്കൂറുകൾക്ക് ശേഷം കളറുകളും റബ്ബർ ഉറയ്ക്കാനുള്ള കെമിക്കലുകളും ചേർക്കും. ആസിഡിൽ മുക്കിയ PVC പൈപ്പുകൾ ഈ കളർ മിശ്രിതത്തിൽ പലകുറി മുക്കിയെടുത്ത് ഉണക്കുകയാണ് അടുത്ത ഘട്ടം. റബ്ബർ ബാൻഡുകളുടെ ഉപയോഗമനുസരിച്ച് 1/2 ഇഞ്ച് മുതൽ 4 ഇഞ്ച് വരെ പല വലിപ്പമുള്ള പൈപ്പുകളാണ് ഉപയോഗിക്കുന്നത്. 3 ദിവസം ഉണക്കി വാൾക്കനൈസ് ചെയ്ത ശേഷമാണ് ഈ റബ്ബർ കുഴലുകൾ PVC പൈപ്പിൽ നിന്നും ഊരി മാറ്റുക. തുടർന്ന് ഇവ ആവശ്യമായ അളവിൽ മുറിച്ച് റബ്ബർ ബാൻഡാക്കും. വേസ്റ്റുകൾ നീക്കി തിളക്കം ലഭിക്കാൻ സിലിക്കൺ ചേർത്താണ് വിപണിയിലെത്തിക്കുക. ഉത്തരേന്ത്യയിലാണ് മാർക്കറ്റ് ഏറ്റവും കൂടുതൽ. എന്നാൽ നിലവിലെ പുതുക്കിയ GST നിരക്കുകൾ വന്നതോടെ പ്രതിസന്ധിയിലാണ് റബ്ബർ ബാൻഡ് നിർമ്മാതാക്കൾ. ഞങ്ങൾക്ക് റബ്ബർ ബാൻഡിന് 12% ടാക്സ്. ഇത് ഡിപ്ഡ് ഗുഡ്സാണ്. ഈ സെയിം ഗുഡ്സ് ബലൂണിന് 5% ടാക്സേ ഉള്ളൂ നിലവിൽ. ഞങ്ങൾ 12%-ൽ നിന്ന് 5% ആക്കി തരുന്നതാണ് ഞങ്ങളുടെ ആവശ്യം. കാണുമ്പോൾ കളറിലാണെങ്കിലും GSTയുടെ വരവോടെ റബ്ബർ ബാൻഡ് നിർമ്മാണ മേഖല അത്ര കളറിലല്ല എന്നാണ് നിർമ്മാതാക്കൾ പറയുന്നത്. ക്യാമറമാൻ പ്രശാന്തിനൊപ്പം സാം ചെറിയാൻ, മീഡിയ 1, കോട്ടയം.